ഹായ് പറ. ഹായ്. വേറെന്താ പറയണ്ടത്? ഈ സെറ്റ് സാരി ഇവിടെ നിന്ന് വാങ്ങിച്ചെന്ന് പറ. സെറ്റ് സാരി കേരളത്തിൽ നിന്ന് നേരത്തൊന്നും കിട്ടാറുണ്ട്. എൻ്റെ റേച്ചമ്മേ, നമ്മളിപ്പോൾ എന്തിനാ വന്നേക്കണേ? കുക്കിങ്ങിന്. അപ്പം അതല്ലേ പറയേണ്ടത്? അതല്ലേ പറയേണ്ടത്. റേച്ചമ്മേ, ഒരു പുതിയ കുക്കിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന്. അതും എന്താ പേര് കുക്കിംഗ് ചാനലിൻ്റെ? റേച്ചൂസ് കിച്ചൺ. റേച്ചൂസ് കിച്ചൺ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി സ്റ്റാർട്ട് ചെയ്യുക ഓൾ ദിവസം എന്ന് പറഞ്ഞാൽ പറയാം നമ്മുടെ ചാനലിൽ വന്ന് ഒന്ന് റിഹേഴ്സൽ ചെയ്യണമെന്ന്. അതും ചുമ്മാ കിച്ചണിലൊന്നും പറയാം ഇതുപോലെ സെറ്റപ്പ് ആയിട്ട് ഇങ്ങനെ റിഹേഴ്സൽ ചെയ്യണമെന്ന്. അപ്പം ഇങ്ങനെ അവൻ ചോദിച്ചു എന്താ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോണെന്ന്. എന്താ ഇത്ര സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോണത്? ദോശയാ സ്പെഷ്യലായിട്ടാ? എന്നിട്ട് അരിദോശയാണോ? അല്ല. പിന്നെ ഗോതമ്പ് ദോശയാണോ? അല്ല. പിന്നെ എന്നിട്ട് ഉഴുന്ന് ദോശയാണോ? അല്ലടി. പിന്നെ എന്തൊരു സ്പെഷ്യൽ ദോശ ചെയ്യാൻ പോണേ? ശരി, ഗോതമ്പ്, രാജ്മ, വൻപയർ, വെള്ളപ്പയർ, ചെറുപയർ, അട്ടാണി, ഉഴുന്ന്, കടല ഇതെല്ലാം കൂടി എടുത്ത് പലചരക്ക് കടകൾ വാങ്ങാൻ പോണേണോ? അല്ലടി, നവധാന്യങ്ങളുടെ ദോശ ചെയ്യാൻ പോണേ നമ്മള്. നവധാന്യ ദോശ? നവധാന്യങ്ങളുടെ ദോശ. കൊള്ളാലോ. ഓ ഇപ്പൊ പിടികിട്ടി. റേച്ചമ്മ, അതായത് നവരാത്രിയുടെ അന്ന് ലാസ്റ്റത്തെ ദിവസം അവിടെ വെച്ചിരുന്ന നവധാന്യങ്ങളൊക്കെ എടുത്തിട്ട് എനിക്കൊരു നവധാന്യ ദോശ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആ ദോശയാണോ ഈ ദോശ? തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ കമ്മിങ് ടു ദ പോയിന്റ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യണത് സംഭവം? നമ്മ ഈ നവധാന്യങ്ങളെല്ലാം എടുക്കും. എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് അതിൽ കുതിർത്തി വെക്കും. ആ സമയത്തിന് ഒരു പിടി ഉലുവ ഇടണം, ഒരു പിടി കുരുമുളക് ഇടണം. കുതിർത്തി വെക്കാൻ വേണ്ടി തന്നെ. എന്നിട്ട് ഇപ്പൊ നമ്മൾ രാവിലെ ഇടണമെങ്കിൽ വൈകിട്ട് അരച്ച് അപ്പൊ തന്നെ ദോശ ചൂടാം. അല്ലെങ്കിൽ രാത്രിയാണ് ഇടണമെങ്കിൽ രാവിലെ അരച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അപ്പൊ തന്നെ ദോശ ഇടാം. അപ്പൊ തന്നെ എടുക്കണം, അതാണ് അതിന്റെ ടേസ്റ്റ്. അപ്പൊ അതാ റേച്ചമ്മ തലേ ദിവസം തന്നെ എല്ലാം നല്ല സൂപ്പറായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ടല്ലോ റേച്ചമ്മ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണം നമ്മള്? ഇതൊക്കെ ഞാൻ നട്ടിട്ടേ ഒരു മരോട്ട് പിടിപ്പിക്കാൻ പോണം. ഞാൻ അരക്കട്ടെ. അരക്കാന് ഇപ്പൊ നോക്കിയത് എങ്ങനെ അരഞ്ഞു വരാൻ പോണെന്ന്. ഓം നവധാന്യായ നമഃ. അയ്യോ, മാവായി വന്നല്ല. കണ്ട, വിത്ത് സ്പൂൺ വന്നു. വിത്ത് സ്പൂൺ. നമുക്ക് ടേസ്റ്റ് നോക്കാം. കുറച്ച് ഉപ്പിടണമെങ്കിൽ ഇട്ട് കൊടുക്കണ്ടേ? ഇട്ട് വേണം ദോശ ഇടാൻ. നമുക്ക് ദോശ ഇട്ടാലാ? ആദ്യം ഉപ്പിടുക. അതില് കുറച്ച് ഉപ്പിടണ, നന്നായിട്ട് കലക്കിക്കോ. എണ്ണ ഇട്ട് ദോശ തുടങ്ങിക്കോ. എണ്ണ ചൂടായിട്ടുണ്ട്. റേച്ചമ്മ തൊട്ടൊക്കെ ചൂടായിട്ടുണ്ട്. കൈ ആക്കണോ? പിന്നെ അടിപൊളി മാപ്പൊളി. ശരിക്കും ചെയ്യാം. അവിടെ നിൽക്കി. ഹായ്, ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരണുണ്ടല്ലേ ഇതിന്ന്. പിന്നെ അതിന്ന് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ ഇങ്ങോട്ട് വരുമെന്ന് ഓർത്താ സ്മെല്ലല്ലേ വരുള്ളൂ. ശരി, ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മൂടി വെക്കണോ? മൂടി വെക്കണം, കുറച്ചു നേരം മൂടി വെക്കണം. ശരി, മൂടി എവിടെ? മൂടി അങ്ങ് പോയി. എവിടെ പോയി മൂടി? മൂടി പറന്നു പോയി, എറണാകുളത്തേക്ക് പോയി. ശരി. മൂടി വെക്കണം. ശരി, മൂടി വെച്ച് ഇനി എന്ത് ചെയ്യണം? നമുക്കൊന്ന് കേരളത്തിലൊക്കെ പോയിട്ട് വരാം. വല്ല അറിയാമോ? 2 മിനിറ്റ് നിക്ക് പിങ്കി. ഇതൊന്ന് വേഗണ്ടേ, അതിൻ്റെ ഒരു സമാധാനം കൊടുക്കാന്ന്. വേഗട്ടെ അതൊന്ന്. നമ്മളിപ്പോൾ തേങ്ങ ഇട്ട് അതിൻ്റെ കൂടെ 3-4 പച്ചമുളക് ഇടാം. കൂടുതൽ ഇടണമെങ്കിൽ ഇടാട്ടാ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം, അല്ലാത്തവർക്ക് കുറച്ചിട്ടാൽ മതി. കുട്ടികളൊക്കെ കഴിക്കണല്ലേ, അപ്പോൾ കുറച്ചിട്ടാൽ മതി. അപ്പോൾ എന്തൊക്കെ ഇട്ട് നമ്മൾ തേങ്ങ, പച്ചമുളക്, കുറച്ച് നമ്മൾ പുളി ഇടുക. ചെറിയ കുറച്ച് പുളി മതി, അല്ലെങ്കിൽ പുളി കൂടിപ്പോ. കുറച്ച് പുളി ഇടുക. കൈപ്പിടിയാണ് നമ്മൾ ഇടുന്നത്. കുറച്ച് ഉപ്പിടുക. അധികം ഉപ്പൊന്നും ഇടണ്ട, കുറച്ച് ഉപ്പ്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. അധികം ഒഴിക്കരുത്.
പോയി. മിക്സിന്ന് എടുക്കണമല്ലോ, എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? താളിക്കണമെന്ന്. കുറച്ചിങ്ങനെ അരികിലാക്കി പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് താളിക്കാൻ പറ്റും നമുക്ക്. ഒഴിച്ചോ? ആ അല്ല അങ്ങനെ വേണമെന്നില്ലേ, അത് ഓട്ടോമാറ്റിക്കലി അത് വന്നോളൂ. മതിയാ? ഇനി കുറച്ച് കടുകിടുക. എണ്ണ ചൂടായിട്ടില്ല മോളെ. ധൃതി ധൃതി. ജീരകം ഇത്തിരി കൂടുതൽ ഇട്ടോട്ടാ, ടേസ്റ്റ് നല്ലതായിരിക്കും. ഓക്കെ. കറിവേപ്പിലയും കുറച്ചധികം ഇട്ടോ. എല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉണക്കമുളക്. ഇത്ര വേണോ? മുളക് നന്നായിരിക്കും, നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ കിടക്കണ കാണാനായിട്ടേ. ഭംഗിക്ക് വേണ്ടിട്ടുള്ള, കഴിക്കാനും ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ചട്നി റെഡിയായി. ആഹാ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. ദോശ എടുക്ക്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടാ. അടിപൊളിയാ. ചുമക്കണോ? ആ എനിക്കെന്താ എനിക്കെന്താന്ന്